മാവേലി പേരാണല്ലോ. മാവേലി വരും വരും എന്നല്ല സുഹൃത്തുക്കളെ, മഹാബലി തമ്പുരാൻ നമ്മുടെ മാവേലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അദ്ദേഹത്തിന് ചെറിയ ഒരു വിഷമമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ സമയം അല്പം കടന്നുപോയി. എങ്കിലും അവസാനമാണെങ്കിലും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഒന്ന്, അദ്ദേഹം ലേറ്റ് ആയി സോറി പറഞ്ഞു, അത് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ പലരും കണ്ടിട്ട്, പ്രത്യേകിച്ച് കുട്ടികൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ഞാൻ ഈ ടൈനി ക്ലാപ്പേഴ്സിലുള്ള കുറെ കുട്ടികളോട് ചോദിച്ചു മഹാബലിയുടെ കഥ അറിയാമോ. അപ്പൊ അവർക്ക് ആർക്കും വലിയ ധാരണയില്ല. അപ്പൊ അദ്ദേഹം വൈകിയതിന്റെ പേരില് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഒരു ഫേവർ പോലെ അദ്ദേഹത്തിന്റെ കഥ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഥ ഇപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതെ 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 മഹാബലി തമ്പുരാൻ അദ്ദേഹത്തിന്റെ കുറെ കൂട്ടാളികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഥ പറയാനായിട്ട്. അപ്പോ നമ്മുടെ കുട്ടികളെ കുറച്ച് ഏജിന് വരും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുട്ടികളുടെ അല്പം ബാക്കിലോട്ട് ഇരിക്കാമോ ദീപ? കുട്ടികളെ എനിവേ, അപ്പോ മഹാബലിയുടെ കഥ ഇവിടെ തുടങ്ങാൻ പോകുന്നു. കുട്ടികളെ പറഞ്ഞിട്ട് എന്താ കാര്യം? പണ്ടൊക്കെ നമ്മുടെ കഥ മുതിർന്നവർ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്നത്തെ ഈ ടെക്നോളജി യുഗത്തിൽ അതൊക്കെ ആര് പറഞ്ഞു കൊടുക്കാനാണ്? അതുകൊണ്ട് നമ്മുടെ കഥ നോം തന്നെ അങ്ങ് പറയാം. വൺസ് അപ്പോൺ എ ടൈം, ഐ മീൻ പണ്ട് കേരളം എന്നൊരു മനോഹരമായ രാജ്യം ഭരിച്ചിരുന്ന വളരെ നല്ലവനും ധർമ്മിഷ്ഠനും വലിയ ദാനശീലനുമായിരുന്ന ചക്രവർത്തിയായിരുന്നു നോം. ഇതൊക്കെ നമ്മുടെ പ്രജകൾ പറഞ്ഞു നടന്നതാണേ. എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ. നമ്മുടെ ഭരണകാലത്ത് കേരളമൊട്ടാകെ ജനങ്ങൾ അത്യധികം സന്തോഷവുമാരും സംതൃപ്തരുമായിരുന്നു. പക്ഷേ ഇതൊന്നും പിടിക്കാത്ത കുറെ ആളുകളും ഉണ്ടായിരുന്നു. സ്വാഭാവികം. അങ്ങനെ നോം നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എനിക്ക് 8ന്റെ അല്ല 16ന്റെ പണിയുമായി വന്നു. അതിന്റെ പരിണിത ഫലമാണ് ഇന്നത്തെ എൻ്റെ വരവ് പോലും. ആ കിട്ടിയ പണി എന്താണെന്ന് നിങ്ങളൊന്ന് കാണ്. സീൻ 1, ആക്ഷൻ. എന്റെ രാജസദസ്, എന്റെ സിംഹാസനം, വീഴ്ചിത്തരാൻ ആളുകൾ, അപ്പുറം ഇപ്പുറം ബോഡിഗാർഡ്സ്. എന്താണല്ലേ? അതൊക്കെ ഒരു കാലം. അപ്പോ ഇനി എന്റെ എൻട്രി. നിൽക്കവിടെ എല്ലാവരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പണിയാണ് ഈ വരുന്നത്. അങ്ങനെ എൻ്റെ പേരും പെരുമയും ജനപ്രീതിയും ഭൂമിയിലും അങ്ങ് സ്വർഗത്തിലും പറന്നു. നമ്മുടെ പെരുമയിൽ അസൂയ പൂണ്ട ദേവേന്ദ്രൻ തൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് വിഷ്ണു ഭഗവാന്റെ മുന്നിലെത്തി സങ്കടം ബോധിപ്പിച്ചു. നിക്ക് അനങ്ങല്ലേ, കഥ തീർന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ ഇത് സകല ദേവന്മാർക്ക് ആപത്താണെന്നും വിഷ്ണു ഭഗവാന് മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നും അതുകൊണ്ട് ഇതൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ദാനം കൊടുക്കുന്നത് നമ്മുടെ ഒരു ശീലമാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണ ബാലനായ വാമനന്റെ രൂപത്തിൽ നമ്മെ മുഖം കാണിക്കാൻ എത്തിയിരിക്കുകയാണ്. ശരി നമുക്ക് തുടരാം.
പറയൂ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മഹാബലി തമ്പുരാൻ, അങ്ങയെ മുഖം കാണിക്കാൻ ഒരു ബാലൻ വന്നിരിക്കുന്നു. ഓഹോ, വരാൻ പറയൂ. അങ്ങനെ ആകട്ടെ തിരുമനസേ. അല്ലയോ ബ്രാഹ്മണബാല, പറയൂ, അങ്ങയുടെ വരവ് എന്തിനെന്ന് അറിയിച്ചാലും. അങ്ങ് വലിയ ദാനശീലനാണല്ലോ. അടിയന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി. എന്ത്, 3 അടി മണ്ണ് മാത്രമോ? അതെ, അത് മതി. മാത്രമല്ല, അത് നോം നമ്മുടെ കാൽപാദം കൊണ്ട് അളന്നെടുത്തുകൊള്ളാം. ഓഹോ, അങ്ങയുടെ ഇച്ഛ പോലെ. ആരെവിടെ? ഈ ബാലൻ ആവശ്യപ്പെട്ടതുപോലെ ഇദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ആകട്ടെ തിരുമനസേ. അങ്ങനെ ഏതാനും നിമിഷങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. വളരെ പെട്ടെന്ന് കടന്നു പോട്ടെ. എന്ത് പറ്റി? നമ്മെ പേടിപ്പിക്കാതെ കാര്യം പറയൂ. അയ്യോ മഹാബലി തമ്പുരാനെ, അങ്ങൊരു വലിയ പ്രസിദ്ധിപ്പെട്ടെന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ വന്ന ബാലനല്ലേ? അദ്ദേഹം വെറുമൊരു ബാലനല്ല. ഇവിടെ നിന്ന് പുറത്തു പോയതും അദ്ദേഹം ഒരു വലിയ രൂപം പ്രാപിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു കാൽവെൽപ്പുണ്ട് ഭൂമിയും മറ്റേ കാൽവെൽപ്പുണ്ട് ആകാശവും അളന്നു തീർത്തിരിക്കുന്നു. ഇനി 3ാമത്തെ അടിക്ക് കാൽ എവിടെ വെക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു വന്ന് നിൽക്കുന്നു. ശരി, അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അങ്ങ് വെറും ഒരു ബ്രാഹ്മണ ബാലനല്ലെന്ന് എനിക്ക് മനസ്സിലായി. പറയൂ, യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ്? വിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം. അതെ, നോം വെറും ഒരു ബാലനല്ല, ബ്രാഹ്മണ ബാലന്റെ വേഷം പൂണ്ട വിഷ്ണു ഭഗവാനാണ് നോം. പറയൂ, 3ാമത്തെ അടി വെക്കാൻ നമുക്ക് എവിടെയാണ് സ്ഥലം? ഭഗവാനെ, നോം നമ്മുടെ വാക്ക് പാലിച്ചിരിക്കും. 3ാമത്തെ അടി വെക്കാൻ എൻ്റെ ഈ ശിരസ്സല്ലാതെ വേറൊന്നുമില്ല. ആയതിനാൽ അടുത്തത് എൻ്റെ ശിരസിലോട്ടാകട്ടെ. എന്നാൽ അങ്ങനെ ആകട്ടെ. ഒരു നിമിഷം ഭഗവാനെ, അങ്ങ് കാണുന്നില്ലേ എൻ്റെ ഈ മനോഹരമായ നാട്, സന്തോഷമായിരിക്കുന്ന എൻ്റെ ഈ പ്രജകൾ? ഇവരെ വർഷത്തിൽ ഒരു ദിവസം വന്ന് കാണാൻ എന്നെ അനുവദിക്കണം. അങ്ങയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് അതുപോലെ നടക്കട്ടെ. അപ്പൊ കുട്ടികളെ, നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കഥ? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ നോം ഒരു വലിയ രാജാവായിരുന്നെന്ന്? അന്ന് നമുക്ക് തന്ന അനുവാദം കൊണ്ടാണ് ഇന്നെനിക്ക് നിങ്ങളെ കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞത്.
നമ്മുടെ കഥ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.